വായിൽ തോന്നുന്നതെന്തും വാർത്തകളായി പടച്ചുവിടുന്ന സോഷ്യൽ മീഡിയക്കാർ സൂക്ഷിക്കുക. മുട്ടൻ പണി വരുന്നുണ്ട്. തെറ്റായ വാർത്തകൾ നൽകുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ 7 മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കുന്ന നിയമനിർമ്മാണത്തിന് ഒരുങ്ങുകയാണ് കർണാടക സർക്കാർ. കർണാടക മിസ് ഇൻഫർമേഷൻ ആൻഡ് ഫേക്ക് ന്യൂസ് ബിൽ 2025 അവതരിപ്പിക്കാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത്. സർക്കാർ ലക്ഷ്യം വെക്കുന്നത് പ്രധാനമായും സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തടയുക, സ്ത്രീകളെ അപമാനിക്കുന്ന ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുന്നത് നിരോധിക്കുക, സനാതനധർമ്മത്തെയും അതിൻ്റെ ചിഹ്നങ്ങളെയും വിശ്വാസങ്ങളെയും ആക്ഷേപിക്കുന്നതോ അനാദരവ് കാണിക്കുന്നതോ ആയ ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുന്നത് നിരോധിക്കുക എന്നതാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി ഒരു 6 അംഗ സോഷ്യൽ മീഡിയ റെഗുലേറ്ററി അതോറിറ്റി രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ബിൽ അവതരണവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ടും നിരവധി ആളുകൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഈ ബിൽ അവതരിപ്പിക്കുകയും അങ്ങനെ പാസ്സാക്കപ്പെടുകയും ചെയ്താൽ അത് ചരിത്രപരമായൊരു നീക്കമായി മാറും. കാരണം രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ, അതായത് സോഷ്യൽ മീഡിയയിലെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണം നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി കർണാടകം മാറും. ഒരുപക്ഷെ അങ്ങനെ ബിൽ അവതരിപ്പിക്കപ്പെടുകയും പാസ്സാക്കപ്പെടുകയും ചെയ്താൽ കർണാടകത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള നിയമനിർമ്മാണത്തിന് തയ്യാറാകും എന്നതാണ് ഈ ബില്ലിൻ്റെ സവിശേഷത.